ഷിംജിത. അവൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതെടുത്തു. അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ അവൾ നാണം കെട്ട്, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട്, ഇപ്പോൾ ജയിലിലും പോയി. ഇങ്ങനെ ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഒരാളെ ഇങ്ങനെ തട്ടിയിട്ട് വീഡിയോ എടുത്ത് വൈറലാകാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഇമ്പാക്റ്റ് ആ കുടുംബത്തിന് മൊത്തം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ സ്ത്രീ അത് ചെയ്യുമെന്ന് ഇന്നും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത്? എനിക്ക് എപ്പോഴും തോന്നുവാണ് അയാൾ നിൽക്കുന്ന സ്പേസിൽ അപ്പുറത്തൊരു സ്ത്രീ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സ്ത്രീ ഇനി കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് പറയുമെന്ന്. അയാൾ 45,000 രൂപ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു. അയാൾക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? സപ്പോസ് ഇപ്പൊ ദീപകിന് ഒരു കുഞ്ഞുണ്ടായിരുന്നത് വിചാരിക്കുക, ആ കുഞ്ഞിന് പിന്നെ നമ്മൾ കാരണം ട്രോമ ഉണ്ടാവുമല്ലേ? എൻ്റെ കോമൺ സെൻസിനെ ടെസ്റ്റ് ചെയ്തു, അല്ല എൻ്റെ ജീവിതത്തെ ചോദ്യം ചെയ്തു. ഞാൻ WCCക്ക് എഴുതി, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. അവരതിനെ റെസ്പോണ്ട് ചെയ്തില്ല. അവരും പാർഷ്യലി ജഡ്ജ് ചെയ്താണ് സ്ത്രീകളെ കണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മരണം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. എൻ്റെ ജീവിതത്തിൽ കറന്റ്ലി ഒരു മരണം. രാഹുൽ ഈശ്വർ എന്നെ ഫെമിനിസ്റ്റെന്നോ അതെന്നോ ഇതെന്നോ പറഞ്ഞ് ഇങ്ങനെ ചാപ്പ കുത്തുന്നത് ആ പുള്ളിക്ക് ധാരണ ഉണ്ടായിട്ടായിരിക്കും മെൻ കമ്മീഷൻ ഉണ്ടാവണം എന്നാവശ്യപ്പെടുന്നത്. രാഹുൽ ഈശ്വറിന് പേഴ്സണലി അതിന്റെ പ്രസിഡന്റായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാള് ഇത്ര തീവ്രമായി ഈ ചിന്തയിൽ പുരുഷന്മാരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചൊന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് എന്തൊരു ക്രിറ്റിസിസമാണ്. ഞാൻ ഇടുന്ന ഡ്രസ്സ്, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും. മാഷെ, ഇങ്ങനെയൊക്കെയാണ് നീ ജീവിക്കേണ്ടത്? ഇതെന്ത് ജീവിതമാണ്? ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്ത് ലജ്ജയില്ല. വേടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ, അത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? വേടൻ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്ന വളരെ സെൻസിറ്റീവായ ഒരു പൊളിറ്റിക്സിനെ ദീപകിന് കൊടുത്ത സാധ്യത എന്തുകൊണ്ട് വേടന് കൊടുത്തില്ല? ഈ മനുഷ്യരുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതിന് കൃത്യമായ അജണ്ടയിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്ര ബ്രൂട്ടലായിട്ട് ജിഷ കൊല്ലപ്പെട്ട സമയത്ത് ആരാണ് ഇത്ര വികാരം കാണിച്ചത്? ഇത്ര ബ്രൂട്ടലായിട്ട് മധു കൊല്ലപ്പെട്ടപ്പം ആരാണ് ഇത്ര വികാരം കാണിച്ചത്? ഇന്ന് സ്റ്റോറി സീറ്റിൽ നമ്മുടെ കൂടെ ഉള്ളത് ഐശ്വര്യ രാധാലക്ഷ്മിയാണ്. ആക്ച്വലി വലിയ ഇൻട്രോ ഒക്കെ ഒരു 2-3 ദിവസം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിലൊരു ഫെമിലിയർ ഫേസ് ആയി മാറിയിരിക്കുകയാണ് ഐശ്വര്യ. ഒരു ബ്രേക്കിന് ശേഷം ഒരു ചർച്ചയ്ക്ക് വന്നതാണ് സംഭവം. ചർച്ചയ്ക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ കോളിംഗ് മീ ആൻഡ് ഗിവിംഗ് മീ ദ സ്പേസ്. ചർച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രീ സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ്. അത് മീഡിയയുടെ തീരുമാനമാണ് ആരെ അപ്പോൾ വിളിക്കണം, അപ്പം മീഡിയയിൽ. അല്ലാതെ നമ്മളായിട്ട് എഫേർട്ട് എടുത്തിട്ടൊരു സ്പേസ് ഉണ്ടാക്കുന്നത് നല്ലത്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന റെഗുലർ ലൈഫ് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ജീവിതത്തിലും ഞാൻ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു ലൈഫുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പൊളിറ്റിക്സ് കീപ്പ് ചെയ്യുന്നു. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ സ്പേസുകളിലും അത് മീഡിയയിൽ വന്ന് അഡ്രസ്സ് ചെയ്യണമെന്നോ സോഷ്യൽ മീഡിയയിൽ പറയാനൊന്നും ഒരു ജെനുവിനായി അഡ്രസ്സ് ചെയ്യുന്നത് ശരിക്കും ആ സ്പേസിലൊന്നും പറ്റത്തില്ല. സമയത്ത് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഈ 2 കാര്യങ്ങളുണ്ട്. ഞാനപ്പോൾ വിചാരിക്കും ആൾക്കാരൊക്കെ ഫോട്ടോ ഇട്ട് സാധനം എഴുതുന്നുണ്ട്, ഞാൻ എഴുതുന്നു. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബേസിക്കലി ഇത് ബെനിഫിറ്റാണ്, ബെനിഫിഷ്യറി സ്പേസ് ആണ്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ ഐ എം നോട്ട് എ പേഴ്സൺ ദാറ്റ് വേ. ലൈക്ക് അപ്പോൾ ഞാൻ ഇത് വന്നതിന് കാര്യം ഇങ്ങനൊരു സ്പേസ് കണ്ടു, എൻ്റെ ബ്രദർ ഇത് കാണിക്കുന്നു. ഞാൻ വിചാരിച്ചേടാ തട്ടിയതാണ്, പക്ഷേ ഈ പെണ്ണെന്താ ഇങ്ങനെ വീഡിയോ എടുത്തേ? ഇത് എൻ്റെ തലയിലും പോയൊരു കാര്യമാണ്, അത് പണിയാകുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഒരു സ്പേസ് വേക്കൻ്റ് ആണ്, ഒരു സ്പേസ് അഡ്രസ്സ് ചെയ്യുന്നില്ല. അതിനെ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞിട്ട് സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ 2 ചേരി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സംസാരിക്കുന്നു. ആ സ്പേസാണ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. അല്ലാതെ എന്തുകൊണ്ട് ദീപക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു? ദീപക് ഒരു ദുഷ്ടനായതുകൊണ്ടല്ല അയാൾ ഒരു സ്ത്രീനെ അങ്ങനെ തട്ടിയത്. അല്ല അയാളൊരു കൊലപാതകി ആയതുകൊണ്ടോ അയാളൊരു എന്താ പറയുന്നത് ലൈഫ് ത്രെട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹത്തിന് ഭയങ്കര ബാധ്യത അങ്ങനല്ല. അയാളുടേതായ ഏതോ സോഫ്റ്റ് സ്പേസ് ഉണ്ട്. അയാളുടെ ഒരു മാനസികമായ പ്രശ്നത്തിലൂടെ ഉള്ള സ്പേസുകളിലെ ആൾക്കാർ ഇത് ചെയ്യത്തുള്ളൂ ഇത്ര ധൈര്യമായിട്ട്, മനസ്സിലായോ? അല്ലാതെ ഒരിക്കലും അത് അഡ്രസ്സ് ചെയ്യില്ല അങ്ങനെ. അല്ലാതെ അയാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. മനഃപൂർവ്വം കയറി ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. അതും ഒരു സൈക്കോളജിക്കൽ അവസ്ഥയാണ്. ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളൊരു സ്പേസിനെ അത് എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടി എടുത്തെന്നുള്ളതിൻ്റെ സൈക്കോളജി എല്ലാവരും പറയുന്നുണ്ട്. ഇവളെടുത്ത സൈക്കോളജി ഇതാണ്, മറ്റേ അതിൻ്റെ ലൈനൊക്കെ വരച്ച് ഞങ്ങളുടെ ഓരോ ആൾക്കാർ എഴുതി വെച്ചേക്കുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ഇൻസിഡൻറ്റ് ഇങ്ങനെയാണെങ്കിൽ അവൾ ഒരാളെ കണ്ടു എന്ന് അവൾ പറയുന്നു, അല്ലെങ്കിൽ അവൾ ഇത് ഇയാൾ ചെയ്യുന്ന കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവൾ ഈ വീഡിയോ എടുക്കുന്ന സ്പേസിൽ ഇതിൻ്റെ സൈക്കോളജിക്കൽ അവസ്ഥയുണ്ട്. ഒരു സൈക്കാട്രിസ്റ്റ് വന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കേണ്ട സമയമാണ് ഭയങ്കരമായിട്ട് അതിക്രമിച്ചു, ഭയങ്കരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആരും ഒരു മീഡിയ അതിനെ അഡ്രസ്സ് ചെയ്തില്ല. ദേ ഗോട്ട് ഇൻ ടു എ കൺക്ലൂഷൻ ബിഫോർ ദ കോർട്ട് ഡിസൈഡഡ് ഇറ്റ്. അല്ലെങ്കിൽ ഒരു നിയമപാലകർ തീരുമാനിക്കുന്നതിന് മുമ്പോ ജഡ്ജ് തീരുമാനിക്കുന്നതിന് മുമ്പോ അവരൊരു കൺക്ലൂഷനിലെത്തി. അതിനെ കൗണ്ടർ ചെയ്ത് സംസാരിച്ച് എന്നോട് അവർ പറയുന്ന ഞാനാണോ ജഡ്ജ് എന്ന് ചോദിക്കുന്നു. ഞാനല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞ ആ ജഡ്ജ്മെന്റൽ സ്പേസിന്റെ അപ്പത്തെ സൈഡ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു കോർട്ട് ഡിസൈഡ് ചെയ്യുന്ന സ്പേസിൽ നിന്ന് ഹയർ കോർട്ടുകളിലേക്ക് ഇത് പോകും, ഡിസിഷൻസ് മാറാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റി പറയുമോ? ആ വീഡിയോയിൽ കാണുന്നത് ദീപക് ടച്ച് ചെയ്തത് മനഃപൂർവ്വം തന്നെയാണെന്നാണ് ഐശ്വര്യ വിശ്വസിക്കുന്നത്. യെസ്, അയാളുടെ ഒരു കണ്ടീഷനാണത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സാധ്യതകളെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഞാൻ ആരുടെയും വ്യക്തമായിട്ട് സംസാരിക്കുന്നതല്ല. അതിൽ മറ്റൊരു സാധ്യത അയാൾ അറിയാതെ ചെയ്തതാവാനും ഒരു ചാൻസ് അവിടെ ഇല്ല. അപ്പൊ നമ്മളത് ഉറപ്പിച്ച് പറയുമ്പോൾ അത് അഗൈൻ ആളുകളിലേക്ക് ഒരു തെറ്റിദ്ധാരണയല്ലേ? മെജോറിറ്റി ഓഫ് പുരുഷന്മാരും
കുറച്ച് ഇയാൾ പറഞ്ഞ ഇയാൾ നല്ലൊരു മനുഷ്യനാണ്, റിസർവ്ഡ് ആണ്, പക്ഷേ ഇയാൾ സെയിൽസിലാണ്, ഇയാൾ ആളുകളുമായിട്ട് ഇടപെടുന്ന ആളാണ്, ഇയാൾ ഇറങ്ങി നടക്കുന്നതാണ്, ഇയാൾ ഡിവോഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, ഇയാൾക്ക് ഇതിൻ്റെതായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സ്പേസുകളുള്ള ഒരാളാണ്. ആളുകൾ പറയുന്ന അഭ്യൂഹങ്ങൾ ഫലത്താണ് അമ്മ കാരണമാണ് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അമ്മയുടെ സ്പേസിനെ നമ്മൾ ഇമോഷണലി നിൽക്കുന്ന സ്പേസിൽ എങ്ങനെ അഡ്രസ് ചെയ്യുമോ? നിങ്ങൾ കാരണമല്ലേ മോൻ ഡിവോഴ്സ്ഡ് ആയത്, അതുകൊണ്ടല്ലേ അവനിപ്പോൾ മരിച്ചതെന്ന് ആരും പറയുന്നില്ലല്ലോ. അമ്മയുടെ വികാരത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഞാനും അഡ്രസ് ചെയ്യുന്ന ഇതുപോലൊരു സ്പേസിനെയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമുക്ക പുരുഷന്മാരും ഇങ്ങനൊരു തട്ടുണ്ടായാലും അത് അറിയാണ്ടാണെങ്കിൽ അവർ ടേൺ ചെയ്ത് സോറി പറയാം, അല്ലെങ്കിൽ ആ സോറി ഫീൽ ചെയ്തൊരു ഫേസ് ആണ് അവർക്ക്. വി ക്യാൻ സീ ദാറ്റ് ദേ അഡ്രസ് ഇറ്റ്, ലൈക്ക് ഇഫ് ദേ ആർ റിസർവ്, ദേ ആർ ഇൻട്രോവേർട്ട്, ദേ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഷോ ദിസ്, ഈവൻ ദേ ഡോണ്ട് ലുക്ക് ഇറ്റ്. അതാ മാനേഴ്സ് ആണ്. പുരുഷന്മാർക്ക് മര്യാദ ഇല്ലെന്നാണ് അപ്പോൾ പറയുന്നത്. അവർക്ക് വൃത്തിയായ മര്യാദയുണ്ട്, അവർക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടിരിക്കുന്ന പുരുഷന്മാരെയും കൂടാണ് നമ്മൾ ഫുൾ ഡിസ്കാർഡ് ചെയ്ത് കളയുന്നത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പുരുഷനെതിരെയൊന്നും അല്ല സംസാരിക്കുന്നത്. ഈ ആക്ഷൻ വളരെ കോമൺ ആണെന്നും ഇതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് ഈ സ്ത്രീ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കുന്നതെന്നും എനിക്ക് ഉറപ്പാണ്. അതിനെനിക്കൊരു സംശയമില്ല. അല്ലാതെ അത്ര സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ഒരു സ്ത്രീയോ അവർ ഭീകര ഒരു പ്രശ്നക്കാരിയോ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ഒരു ക്രിമിനലിൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ആ സ്ത്രീ അത് ഡിലീറ്റ് ചെയ്തു. ബാഡ് കമൻസ് വന്നപ്പം അവർ പേടിച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്തത്, അല്ലാതെ റീച്ച് കിട്ടാനിട്ടുള്ളൂ. റീച്ച് അപ്പോഴും കിട്ടുന്നുണ്ട്, പേടിച്ച് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവർ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്, ഞാൻ ചെയ്തത് ഇതാണ് കേട്ടോ എന്ന്. അപ്പോൾ ആ എക്സ്പ്ലനേഷനൊക്കെ ഒരു കരുതലും പേടിയും ഭയമുള്ളൊരു സ്ത്രീ ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു ക്രോണിക് ഡിസോർഡർ ഉള്ള അല്ലെ റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യരുത്. ഞാൻ പറയുന്നത് എന്നെ കൗണ്ടർ ചെയ്യുന്നത് നിങ്ങൾ വാഗ്വാദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചപലമായ ഇമോഷൻ കൊണ്ടാണെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. മേക്ക് സൈക്കാട്രിസ്റ്റ് സിറ്റ് വിത്ത് മീ ആൻഡ് ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. ഐ ആം റെഡി ടു എക്സ്പ്ലെയിൻ വാട്ട് ഐ ഫീൽ. അപ്പോൾ അവരതിൻ്റെ പോസിബിലിറ്റി പറയുകയാണെങ്കിൽ, അവരതിൻ്റെ പോസിബിലിറ്റി, കൺഫർമേഷൻ അല്ല പോസിബിലിറ്റി പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ പോസിബിലിറ്റിയുടെ സാധ്യതയും ചോദിച്ച് അവരതിനെ എഗ്രി ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ല അവർ കൺഫേം ആയിട്ട് പറയുകയാണ് ഇതെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഐ എം റെഡി ടു ലിസൺ വാട്ട് ഷി വോണ്ട് ടു സേ ഓർ ഹി വോണ്ട് ടു സേ. അത്രേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ ഇതിനൊരു ആർക്കും കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇമോഷൻ എല്ലാവർക്കും ഉണ്ട്. അവരുടെ അമ്മയ്ക്കുള്ളത് പോലെ തന്നെ ഈ 2 പെൺകുട്ടികളുള്ള ഷിംജിതയുടെ അമ്മ, അച്ഛൻ, അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവ്, അമ്മ, അച്ഛൻ, 2 കുട്ടികൾ, കൊച്ചുകുട്ടികളാണ്. 3-3 ക്ലാസ്സിൽ പഠിക്കുന്നതും 15 വയസ്സുള്ള 2 കൊച്ചുകുട്ടികളാണ്. അവർക്കൊരു അനിയനുണ്ട്. അയാൾ സമൂഹത്തെ ഫേസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഒരാളെ ഇങ്ങനെ തട്ടിയിട്ട് വീഡിയോ എടുത്ത് വൈറലാകാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഇമ്പാക്റ്റ് ആ കുടുംബത്തിന് മൊത്തം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ സ്ത്രീ അത് ചെയ്യുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ റിയാക്ട് ചെയ്തു, അപ്പോൾ ഒരാൾ സോറി പറഞ്ഞു എന്ന് വെച്ചോ, സോറി പറഞ്ഞിടത്ത് വീണ്ടും വീഡിയോ എടുത്ത് വൈറലാക്കുന്ന ആൾക്കാരുണ്ട്. ആ സ്പേസിൽ നമുക്ക് ഡൗട്ട് അടിക്കാം. അയാൾ സോറി പറഞ്ഞു, നിനക്ക് വേറെ രീതിയിൽ അഡ്രസ്സ് ചെയ്യാമായിരുന്നു. ആരും അത് ചോദ്യം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഈ ഒരു സാധനത്തിൽ ദീപക്ക് തിരിഞ്ഞൊരു സോറിയോ അക്നോളജ്മെന്റോ അത് അബദ്ധത്തിലായിരുന്നു നടന്നത്. ആ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു ജർക്കുണ്ടെന്ന്. ജർക്ക് ക്യാമറയ്ക്കാണ്, ഷിംജിതയ്ക്കല്ല. അതുപോലെ തന്നെ ബെല്ലടിച്ച് നിൽക്കുന്ന ഒറിജിനൽ വീഡിയോ ഞാൻ കണ്ടു, കേട്ടു. ആ മൊത്തം വീഡിയോയും അവരിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ട് കളക്ട് ചെയ്ത് ഞാൻ കേട്ടെ. എനിക്കിനി എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട് ഇതൊരു എൻ്റെ തന്നെ ഒരു ഡിലൂഷൻ ആണോ. കാരണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത എഡിറ്റഡ് വീഡിയോ ആണ്, അതാണ് കൂടുതൽ ആൾക്കാരിലും സംശയം ജനിപ്പിച്ചത്. അത് പല വീഡിയോസ് ഉണ്ട്. എങ്ങനെയാണ് അവർ ക്യാമറ പിടിച്ചിരുന്നത്, അവരുടെ ക്യാമറയുടെ മൂവ്മെന്റ് ഫുള്ള് റാൻഡം ആയിട്ടുള്ള കുറേ വിഷ്വല്. അവരത് നിൽക്കുന്നുണ്ട് ഒരിടത്ത്, അവരവിടെ തന്നെ നിൽക്കുള്ളൂ. നീ തട്ടുവാണെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ, ഞാൻ ഇവിടുന്ന് മാറുന്നില്ല. നീ അപ്പുറത്ത് ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എപ്പോഴും തോന്നുവാണ് അയാൾ നിൽക്കുന്ന സ്പേസിൽ അപ്പുറത്തൊരു സ്ത്രീ നിൽപ്പുണ്ട്. ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല ആ സ്ത്രീ ഇനിയും കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് പറയും സമൂഹത്തിന്റെ മുമ്പിൽ. കാരണം ദിസ് ഇസ് ഹ്യൂമിലിയേഷൻ, ഹ്യൂമൻ ഹ്യൂമിലിയേഷൻ ആണ്. എന്നോട് മനുഷ്യന്മാരെ എത്ര കണ്ടാണ് ഇതൊക്കെ എടുക്കാൻ പറ്റുക? എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പേഴ്സണൽ സ്പേസിലുള്ള ആൾക്കാർ എന്നോട് നിർത്ത്, മതിയായില്ല, എന്തോരം കേൾക്കുന്നത്, നീ കമൻറ്റ് വായിക്കണം. ഞാൻ കമൻറ്റ് വായിക്കുന്നില്ല. ഐ നോ യു ഗൈസ് വിൽ സേ ദിസ്. ഞാൻ എന്തിനു വായിക്കണം? എനിക്ക് എൻ്റെ തന്നെ ട്രോളുകൾ അയച്ചിട്ട് ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ കൂടെ ചിരിക്കും. അടിപൊളി, ട്രോളൊന്നൊരു സാധനം കിട്ടിയല്ലോ, മാർക്കറ്റിങ്ങിനൊരു സാധനം കിട്ടിയല്ലോ, മീഡിയയ്ക്ക് ഒരു സ്പേസ് കിട്ടിയല്ലോ, ഞാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിൽ കാര്യമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു. അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു സംശയമാണ്, ഞാനത് ചോദിക്കുന്നതാണ്. നിയമപരമായി ചിന്തിക്കുമ്പോൾ ഷിംജിത ദീപക്കിന്റെ ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത്? ജാമ്യാപേക്ഷ തള്ളാനുള്ള റീസൺ അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഒന്ന് ടാമ്പർ ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. കസ്റ്റഡിയിൽ വെക്കാനായിട്ട് ആവശ്യപ്പെട്ടതാണ്, അല്ലാതെ അവർ കുറ്റം ചെയ്തു എന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അന്വേഷണത്തിന് വേണ്ടി എവിഡൻസ് ടാമ്പർ ചെയ്യാതിരിക്കാൻ വേണ്ടി അവരുടെ ബെയില് നിഷേധിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിലൊരു കൺക്ലൂഷനും പറഞ്ഞിട്ടില്ല ഈ കുറ്റം ഷിംജിത മനഃപൂർവ്വം ചെയ്തത് കൊണ്ട് ജാമ്യം കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഈ എഴുതാപ്പുറം വായിച്ചുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് വി വോണ്ട് ദാറ്റ് റിസൾട്ട്. ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടാക്കിയെടുത്തൊരു സാധനമുണ്ട്. ഓരോ മീഡിയ ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് ആ അമ്മയുടെ കരച്ചിൽ കാണണം,
ആ അമ്മയുടെ വിഷമം കാണണം. നിങ്ങൾ കാണുന്നില്ലേ കേരള ജനതയെ, ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സ്ത്രീയുടെ ഈ വൈറലാകാനുള്ള താല്പര്യത്തിന് വേണ്ടി അവർ ഇങ്ങനെ എനിക്ക് പറയാനറിയാം. ഇതേ ഇമോഷനായിട്ട് ഇതാണോ സാധനം ഫീഡ് ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ ഫീഡ് ചെയ്തു ഒരു ഇമോഷൻ, അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. ആ ഇമോഷനെ കേരള ജനത പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ഹൈപ്പ് കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് എത്ര പുരുഷന്മാരിങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയെന്നറിയത് ഇങ്ങനൊരു സ്പേസ് കിട്ടാൻ വേണ്ടി. ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇതും മനസ്സിലായോ? അത് തനിക്കും കണ്ണടച്ച് സമ്മതിക്കാൻ പറ്റില്ല. അത് ആ ബോധമുള്ള ഒരാൾക്ക്, എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉള്ള പുരുഷന്മാർക്കും അത് സമ്മതിക്കാൻ പറ്റും. കാരണം ഇതിനെ തുടർന്നൊരു വന്നൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തന്നെ അങ്ങനെയായിരുന്നു. ഇനി സ്ത്രീകൾ ആരും ബസ്സിൽ പുരുഷന്മാരുടെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടകരമാണ് എന്നുള്ള രീതിയിലാണ്. ഒരു കോൺഷ്യസ് ആകുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, കോൺഷ്യസ് ആകുന്ന സ്പേസ് നല്ലതാണ് ഞാൻ പറയും. ആ കോൺഷ്യസ്നെസ് നല്ലതാണ്. ആ കോൺഷ്യസ്നെസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നൊരു ശരീരമാണ് നമ്മൾ ഭയങ്കരമായിട്ട്. സ്ത്രീയുടെ ബ്രസ്റ്റ് അല്ലെങ്കിൽ ബട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് വേറൊരു രീതിയിൽ ഓൾറെഡി അതിനൊരു സെക്ഷൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പുരുഷൻ്റെ ചെസ്റ്റ് കാണിച്ചിട്ട് എവിടെയാണ് ഭയങ്കര സെക്ഷൽ സ്പേസിൽ വളരെ കുറച്ച് സ്പേസുകളാണ്. വൾണറബിലിറ്റി എന്ന് പറയുന്ന പുരുഷനെ എപ്പോഴും ചെറുതാക്കിയിട്ടേ ഉള്ളൂ എല്ലാ കാലത്തും. അതുകൊണ്ടാണ് അവൻ ഈ മസ്കുലിനിറ്റി എപ്പോഴും കാണിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു സൈഡാണ് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാ പുരുഷന്മാരും ഞാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കൂട്ടം, ഒരു മെജോറിറ്റി ഓഫ് പുരുഷന്മാർ ഡിഗ്നിറ്റി കാണിക്കുന്ന സ്പേസ് അതാണ്. വൾണറബിലിറ്റി മാറ്റി വെക്കുക എന്നുള്ളത്. അത് പേഴ്സണൽ സ്പേസിൽ കാണിക്കുമ്പോഴാണ് പല സ്പേസുകളും ഉപയോഗിക്കപ്പെടുന്നത്. അത് അവർക്കും ഭയമുണ്ട്. അതൊക്കെ മനുഷ്യന് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ്റെ സൈക്കോളജിക്കൽ അവസ്ഥകളാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ വ്യക്തി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടാക്കിയതോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പുരുഷന്മാർ കാരണമാണ്, അല്ലാതെ സ്ത്രീകൾ കാരണമല്ല. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നതെന്ന് ഇവർ പറയുന്നു പുരുഷന്മാരുടെ ഉണ്ടെന്ന്. അതെല്ലാം കടബാധ്യതകളെയും ബാങ്കുകളിലും റെപ്രസെൻറ്റ് ചെയ്ത പല, ഞാൻ വിചാരിക്കണം കുറേ സെൻസിബിൾ വ്ളോഗേഴ്സ് ഉണ്ട് ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ രീതികളൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരിക്കും. പക്ഷേങ്കിൽ ഞാൻ വിചാരിക്കും അവർ പറയുന്ന കാര്യത്തിന് സെൻസ് ഉണ്ട്. സോ അവരുടെ രീതികൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് they will reject you. When you're wearing a micro mini and walking around and saying something, ഭയങ്കര റെവല്യൂഷണറി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ഡ്രസ്സ് കണ്ടില്ലേ, ഈ പറയുന്ന കാര്യം കേൾക്കില്ല. സോ ദാറ്റ് ചിന്താഗതി അതിനെയാണ് ജനത്തിന് ഫീഡ് ചെയ്ത് കൊടുത്തത്. ആര്? മീഡിയയും മീഡിയയുടെ കൂടെയുള്ള കുറച്ച് എക്സ്ട്രീം സൈഡുള്ള വ്ളോഗേഴ്സും. വെച്ചാൽ എന്തും പബ്ലിക് വൈറലാക്കുന്ന വ്ളോഗേഴ്സ് ഉണ്ട്, എന്തും ചെയ്യുന്നത്. അപ്പോൾ അതിനിങ്ങനെ എടുത്തെടുത്ത് റിയാക്ഷൻ ഇട്ടത് അതൊരു ത്രില്ലും അതൊരു ട്രെൻഡുമാണ്. ഷിംജിത എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ മൈൻഡ് സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ മാനസികാവസ്ഥയിലല്ല അവരത് ചെയ്തത്. ജനം ചാപ്പ കുത്തുന്ന സ്പേസിലെ ഒരു സ്ത്രീയാണ് അവരെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവർ ചെയ്തു എന്നുള്ളതിന് വേറെ റീസൺസ് ഉണ്ട്. അതൊന്ന് കാം ഡൗൺ ആവണം നമ്മൾ. എന്താണ് ഈ പറയുന്ന ദീപകിന്റെ മാനസികാവസ്ഥ? എന്തായിരുന്നു അയാൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്നത്? അയാൾ ഡിവോഴ്സിലൂടെ പോയപ്പോൾ അയാളുടെ അവസ്ഥ എന്തായിരുന്നു? അയാളൊരു ക്രോണിക് ഡിപ്രഷനിലുള്ളൊരു മനുഷ്യനായിരുന്നു. അതോ ഈ അക്യൂട്ട് ഡിപ്രഷനിൽ അയാൾ ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല. അയാളൊരു ക്രോണിക് ഡിപ്രഷനിലുള്ളൊരു വ്യക്തിയായിരുന്നു. കാലാകാലങ്ങളായി അയാൾ ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അയാൾ 45,000 രൂപ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു. അയാൾക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾ എന്തിനാണ് ഈ പൈസ എടുത്തത്? അയാളുടെ വീട്ടുകാർക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ ഇത് എന്താണ് നടന്നത്? ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ദീപക് മരിച്ചു, രക്തസാക്ഷിയെ കിട്ടി. ഇനി സമൂഹത്തിന് വേണ്ടത് ഈ പെൺകുട്ടീനെ ഇതെന്നാ നടക്കാത്തത്? ഇത് മരിച്ച ജിഷേനെ വിട്ടോ? അവരുടെ ഫുൾ ഇൻഡസ്ട്രിയൻസ് വെളിയിലെടുത്തോ? എന്നിട്ട് വരെ വിട്ടില്ല. അവരുടെ അമ്മയെ വിട്ടോ? ഞാൻ പറയുന്നത് പലതരം അമ്മമാരുണ്ട്, മനസ്സിലായി? ഈ അമ്മമാരെയൊക്കെ നമ്മൾ ഒരേ രീതിയിൽ അഡ്രസ്. അമ്മയുടെ വികാരമൊക്കെ അമ്മയുടെ വികാരം തന്നെയാണ്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അമ്മ പറയുന്നു ഒരു മക്കൾക്കും ഇങ്ങനെ ഉണ്ടാവരുതെന്ന്. മീഡിയകൾ പറയുന്നു ഇതാണ് ഏറ്റവും വലിയ ഡിസാസ്റ്റർ വാട്ട് എവർ സോഷ്യൽ മീഡിയയിൽ നടന്നത്. ഒരിക്കലും അല്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ബ്ലൈൻഡായിട്ടൊരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്ത് മനുഷ്യൻ്റെ മനസ്സിലുള്ള ഈ ഒരു ചിന്താഗതിയെ ഹൈപ്പ് ചെയ്ത് ഇതൊരു സമൂഹ ഇതാക്കി സെപ്പറേഷനാക്കി, മനസ്സിലായോ? ഇനിയിപ്പോൾ ഇത് ജാതി മതം പാർട്ടി ചെയ്ത് സാധനത്തിലേക്ക് എല്ലാം പോകും. ആ ചർച്ചയിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നു, വേറെ ഷിംജിത എന്തിനാ ബസ്സിൽ കയറി എന്ന് പോലും പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന്. അപ്പൊ അതിനകത്ത് എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നു. ഷിംജിത ബസ്സിൽ കയറിയത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. ഞാനത് അന്വേഷിച്ചു. അതിൻ്റെ ഒരു സത്യാവസ്ഥ എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു കേട്ടോ. ഷിംജിത എന്തിന് ബസ്സിൽ കയറുന്ന എനിക്ക് അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് അവരുടെ മാമൻ ഇപ്പോഴും കിടപ്പുണ്ട് ഹോസ്പിറ്റലിൽ. പുള്ളി ക്രിട്ടിക്കലാണ്. പുള്ളി ചിലപ്പോൾ മരിക്കുമായിരിക്കും. പുള്ളിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയതാണ് ഈ കക്ഷി. അവരുടെ ബ്രദറിൻ്റെ കൂടെ കാറിൽ പോകാൻ്റെ ആളാണ്. അപ്പം അവർ വേറെന്തോ പ്ലാൻ ഇട്ടതുകൊണ്ട് ഇവർ ബസ്സിൽ പോകാമെന്നും പറഞ്ഞ് പോയതാണ്. ഇതെല്ലാം ഇവരുടെ വീട്ടുകാർക്ക് അറിയാം, നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ മാമൻ ഇപ്പോഴും ഹോസ്പിറ്റലുണ്ട്. മാമന് ബ്ലഡ് കൊടുക്കാൻ പോയതാണെന്ന് അവിടെയുള്ള ഹോസ്പിറ്റലിൽ അന്വേഷിച്ചാലും അറിയാം. ഇത് സിമ്പിൾ കാര്യമല്ല. ഇതിനൊക്കെ ഇത്ര അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ബിക്കോസ് ഓഫ് യുവർ എക്സ്പ്രഷൻ. നിന്റെ എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്റെ ബ്രസ്റ്റിൽ തട്ടിയപ്പോൾ. നീ അങ്ങനെ അല്ലായിരുന്നു കാണിക്കേണ്ടത് എന്ന് സ്ത്രീകളും പറയുന്നുണ്ട്.
ആ ചിന്ത എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ ആ സ്ത്രീ ചിലപ്പോൾ അതിനെ അങ്ങനെ ഓവർകം ചെയ്ത് നിന്ന് എടുത്തൊരു വീഡിയോ ആണിത്. എടോ എൻ്റെ ബ്രസ്റ്റിൽ ഒരാൾ വന്ന് തട്ടി എപ്പോഴും ഞാൻ ഇങ്ങനെ കാണിക്കണമെന്നൊന്നും ഇല്ല. ചില സമയത്ത് തട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ചേട്ടാ. ചില സമയത്ത് ഞാൻ ഭയങ്കര കഷ്ടമാണ് ചേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയും എന്ത് കിട്ടാനായിട്ടാ, ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്ത് എന്താണ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക അവരോട്? അവർക്കൊരു മാനസിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ സ്പേസ് അറിയാതെ ഇടപെടുന്നു. ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തത്. എനിക്ക് ആദ്യം തിരിച്ചറിവുള്ള ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു ഇങ്ങനെ സംസാരിക്കുക. എല്ലാവരും വന്ന് ചോദിക്കും എന്താണ് നേരത്തെ ചർച്ചയിലൊക്കെ മനസ്സിലാക്കണ്ടേ, ഞാനൊന്ന് വളരണ്ടേ, കാര്യങ്ങൾ മനസ്സിലാവണ്ടേ. ഒരു ഒബ്സർവർ അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം മുതലങ്ങ് ഇരിക്കണോ? വേണ്ട. ഐ നീഡ് സം ടൈം ടു അനലൈസ്. ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് ബയസ് ഉണ്ടാവരുത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇത് അഡ്രസ്സ് ചെയ്യേണ്ട രീതി വേറെയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഈവൻ എന്താ ചർച്ച ആ ഒരു ഡിസ്കഷൻ്റെ സമയത്ത് പോലും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തുടങ്ങുമ്പോഴേ പറയുന്ന ഒരു കാര്യം അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു. അതെനിക്ക് പേഴ്സണലി വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിക്കും അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് അത്? അഗൈൻ വീണ്ടും നമ്മൾ ഇങ്ങനത്തെ ബേസിക് സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥ വളരെ പ്രശ്നമാണ്. അപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു എന്ന് അവർ പറയുന്നത് ചിലപ്പം ഇത്ര ആൾക്കാർ ദീപക് മരിച്ചില്ലായിരുന്നെങ്കിൽ ഇത് പറയില്ലായിരുന്നു. എന്തായാലും ഇങ്ങനത്തെ പ്രതികരണം എങ്ങനെ പ്രതികരിക്കണമായിരുന്നു, എങ്ങനെ ശരിയാണ്. ഞാനും വിചാരിക്കും മരിച്ചൊരു സ്പേസിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വിചാരിക്കും പക്ഷെ അവള് ബുദ്ധിപരമായി ഇങ്ങനെ ചെയ്താൽ മതിയാണ് എന്ന് ഞാൻ ചിന്തിക്കും. മനസ്സിലായോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മരണത്തിന്റെ ആഫ്റ്റർ എഫക്ട്സിന്റെ ഭാഗമായിട്ടാണ് ഞാനത് പറയുന്നത്. ബുദ്ധിപരമായിട്ടല്ല അവർ ചെയ്തത്. അല്ലാതെ അവരത് ചെയ്തതിൽ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ അത് പറയുന്നത്. മനസ്സിലായോ? ഞാൻ പറയുന്ന ഒരാൾ മരണപ്പെട്ടു, അതിന് ഒരു ജനസമൂഹം മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്നു, അതിനെ ഞാനും അഡ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശരിയാണ്, അവളുടെ മണ്ടത്തരം കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു സ്പേസിൽ അതിനെ അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അല്ലാതെ അവൻ മരിച്ചെന്ന് ഞാൻ അപ്പോഴും പറയില്ല. മനസ്സിലാവുന്നുണ്ട്? ഒരാളുടെ മരണം അയാൾ എഴുതി വെക്കാത്തിടത്തോളം, അയാളുടെ ആത്മഹത്യക്കുറിപ്പില്ലാത്തിടത്തോളം കാലം പൊതുജനം നിന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫേവറിസം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെന്റ് ഇതിന്റെ പേരിൽ പ്രഷറൈസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതോ, മോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുജന മൊത്തം വഴിയിലിറങ്ങി, ആൾക്കൂട്ടം മൊത്തം വഴിയിലിറങ്ങി ഞങ്ങൾക്ക് ഇതാ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏത് ഗവൺമെന്റ് ഏത് സംഘടന എവിടെയാണ് ഭയക്കാതിരുന്നിട്ടുള്ളത് ഇത്ര കാലമായിട്ട്? സപ്പോസ് ഷിംജിത ഇത് ഒരു മാനിപ്പുലേറ്റഡ് വീഡിയോ ഉണ്ടാക്കിയതാണ് എന്നൊരു കൺക്ലൂഷനിൽ അങ്ങനെ എത്തിയെന്നല്ല, അങ്ങനെ എത്തുവാണെന്നുണ്ടെങ്കിൽ ആരുടെ പക്ഷത്തായിരിക്കും? തീർച്ചയായും ഞാൻ അപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുമല്ലോ. എൻ്റെ സ്റ്റാൻഡ് ഞാൻ എന്തിനാ മാറ്റുന്നത്? ഞാൻ ഷിംജിതനെ സപ്പോർട്ട് ചെയ്തോ അല്ല നിയമം ഷിംജിതനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചോ അല്ല ഈ ഒരു തീരുമാനം പറയുന്നത്. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വിധിയല്ല. ഞാൻ വിധിക്കാൻ ആളല്ല, ഞാൻ നിയമമല്ല. ഞാൻ നിയമം ഫോളോ ചെയ്യുന്നതോ അല്ല നിയമത്തെ കാണുന്നതോ ബഹുമാനിക്കുന്നതോ ഒരാൾ. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ശ്രമിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ബാക്കി ആളുകളോട് സംസാരിക്കാൻ പറ്റും. കൂടുതൽ ആൾക്കാരോട് ഇതിനെക്കുറിച്ച് ഒരു അവരുടെ അഭിപ്രായം എന്താണെന്ന് ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കുമായിരിക്കും. കാരണം ഇതെനിക്ക് എനിക്ക് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം എൻ്റെ തലയിൽ ഉത്തരവാദിത്തം വന്ന പോലെ ഞാനാണ് മാത്രമാണ് ഇത് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് അഡ്രസ്സ് ചെയ്ത് നിൽക്കേണ്ട അവസാനം വരെ. നാളെ ഷിംജിതനെ 10 വർഷം ഇട്ടു ജയിലിൽ, എന്നിട്ട് പറയാൻ വലിയ എന്തോ എന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചോ, 2 വർഷം 10 വർഷം എന്തോ ആയിക്കോട്ടെ, അപ്പോഴും ഞാൻ പറയും ദീപക് ചെയ്തത് തന്നെയാണ്. ഷിംജിതയുടെ ആ എക്സ്പ്രഷനെ എങ്ങനെ തെളിയിച്ചാലും ഷിംജിത കൺഫേസ് ചെയ്തിട്ട് പറയാണ് ശരിയാണ്, ഞാൻ തെറ്റാണ് ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ് അത് എടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, എൻ്റെ തെറ്റായിരുന്നു, നിനക്ക് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ ചിലപ്പോൾ സമ്മതിക്കും. അല്ലാണ്ട് ഒരു സ്പേസിലും എന്നെ തിരുത്താൻ പറ്റത്തില്ല. ഇത് ഒരു ദിവസത്തെ ഒരു വീഡിയോയുടെ കാര്യമല്ല. ആക്ച്വലി എൻ്റെ കോമൺ സെൻസിനെ ടെസ്റ്റ് ചെയ്തത്, അല്ല എൻ്റെ ജീവിതത്തെ ചോദ്യം ചെയ്തത്. ആളുകൾക്ക് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ ഈസിയാണ്. ഞാനൊരു ഇമോഷണൽ പേഴ്സണാണ്, സെൻസിറ്റീവ് പേഴ്സണാണ്. എനിക്ക് ദേഷ്യം വരും, കരച്ചിൽ വരും, എനിക്ക് വിഷമങ്ങളൊക്കെ വരും, എല്ലാം ഇമോഷനുള്ളത്. അതെൻ്റെ ട്രോമയല്ല. ട്രോമയെ അതിജീവിച്ച ഒരു വ്യക്തിക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്രോമയെ അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ സെൻറ്റിമെൻ്റലി അല്ല. ട്രോമയെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ ലോജിക്കൽ റാഷണൽ സ്പേസിൽ നിന്നുണ്ടാണ്. അതിൻ്റെ അർത്ഥം ആ സമയം എനിക്ക് ഇമോഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, ആണ്. അതിനുശേഷം ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനല്ല ഞാൻ അതിനെ കാണുന്നത്. അതിൽ നിന്നുണ്ടായ ഇമോഷണൽ പ്രശ്നങ്ങൾ കാരണം ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടി, എവിടേക്ക് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി, അതിനെ ഞാൻ അനലൈസ് ചെയ്തൊരു സ്പേസിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കാര്യങ്ങൾ എന്നെ ബാധിച്ചത് വളരെ ഭയങ്കര ഹാർഡായിട്ടായിരുന്നു. ഐ ഷുഡ് ടേക്ക് ഇറ്റ് ഔട്ട്. ഐ ഷുഡ് ടോക്ക് ടു ദ പേഴ്സൺ ഹൂ ജസ്റ്റ് അബ്യൂസ് മീ ഓർ ലൈക്ക് ഡിഡ് റോങ് ടു മീ. ഞാൻ അത് ചെയ്തു. അവിടെ ഞാൻ അവരോട് പറയാനുള്ള നേരിട്ട് പറഞ്ഞു. പിന്നെ എനിക്കൊരു മീറ്റുവോ അല്ലെങ്കിൽ എനിക്കൊരു മറ്റേ കേസൊക്കെ കൊടുക്കാനിപ്പോൾ പറ്റാത്തത് എൻ്റെ അടുക്കൽ എന്ത് കാണിച്ചിട്ടുണ്ടോ ഞാൻ അവരോട് തിരിച്ച് നല്ല രീതിയിൽ പെരുമാറിയിട്ടു പൊളിച്ചടുക്കിയിട്ടാണ് ഇറങ്ങി പോന്നിട്ടുള്ളത്. എന്നെ ഭയങ്കര മാനിപ്പുലേറ്റീവായ സ്പേസിൽ ഇങ്ങനെ മറ്റേ മൂവി ഇൻഡസ്ട്രി അല്ലെ പല സ്പേസുകളൊന്നും വിചാരിക്കുക നമ്മൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ ആരെയും കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അങ്ങനെ പറയാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കണം എന്നൊക്കെ പറയണം. അതാണ് ഇവരുടെയൊക്കെ ഡയലോഗ്. അല്ലെങ്കിൽ മോളിങ്ങനെ കൊതിപ്പിച്ച് നടന്നാൽ മതിയോ, ചേട്ടന്മാർക്ക് ഒരു ഉമ്മയെങ്കിലും തരണ്ടേ, ഇങ്ങനെ ഡയലോഗുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്ത സമയത്ത്.
ഇതെനിക്ക് പേടിയായി തുടങ്ങി. അപ്പോൾ അതെനിക്ക് മനസ്സിലായത് എൻ്റെ ട്രോമ കാരണമാണ് എനിക്ക് ഇതിൻ്റെ ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പേടിച്ചോണ്ട്. കാരണം പവർ ഭീകരമാണ്. അവർ പറയുവാണ് ഇന്ന ആൾ വിചാരിച്ചാൽ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല, ഞാനിവിടെ വിചാരിക്കണം ഈ സ്പേസിൽ നിൽക്കണമെങ്കിൽ എന്ന് ഒരാൾ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ത്രെട്ടാണ്. ചില ആൾക്കാർ റൂമിൽ കയറി വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഈ പ്രായമുള്ള ഡയറക്ടേഴ്സൊക്കെ ആയിരിക്കാം, ഇന്ന് ഞാൻ ഇവിടെയാണ് കിടക്കുന്നതെന്ന്. അപ്പം ഞാൻ ഫോണിൽ ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ സാർ ഇവിടെ കിടന്നാൽ ഞാൻ സാറിൻ്റെ റൂമിൽ കിടക്കാം. അല്ല, ഞാൻ എന്താ പറയാൻ മറുപടി ഇങ്ങനെയൊക്കെ പറ്റുമോ? ഒരാൾ പൈസ തന്നില്ല, അയാൾ കള്ളു കുടിച്ചോണ്ടിരുന്ന കുപ്പി മുഴുവൻ ഞാൻ തട്ടിപ്പൊട്ടിച്ചു. ഇതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്, ഞാൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് എന്നോട് വൃത്തിയോട് കാണിച്ചത്, എന്നെ അഡ്രസ്സ് ചെയ്യാത്ത റെസ്പെക്ട് ചെയ്യാത്ത സ്പേസുകളോടൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അവരോടൊന്നും എനിക്ക് മീറ്റ് പറയാൻ ഇപ്പോൾ പറ്റില്ല, അവരൊന്നും കൊണ്ടുപോയി കേസ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഇത് ഈ സ്പേസുകൾ ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ എനിക്കറിയാം, കാരണം എനിക്ക് എക്സ്പീരിയൻസ് പേഴ്സണലി ഉണ്ട്. ഞാൻ ആരുടെയും പേര് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺട്രവേഴ്സിയാണ് എനിക്കെങ്കിൽ ഇത് പണ്ടേ ഉണ്ടാക്കാരും. വെറുതെ പേരുകൾ ഇട്ടാൽ മതിയായിരുന്നു. മീറ്റു വന്നപ്പോഴും WCC സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ WCCക്ക് എഴുതി എന്താണ് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് എഴുതി, എനിക്കും പറയാനുണ്ട് എന്ന് എഴുതി. അവരതിനെ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര പാർഷ്യലാണ് എല്ലാ സ്പേസിലും. അതേ പാർഷ്യാലിറ്റി തന്നെ ആയിരിക്കത്തില്ലേ ഈ പറയുന്ന നിയമം പാലിക്കുന്ന ആൾക്കാരും ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ മൈൻഡിൽ കൂടെ പോകുന്നത്. ഞാൻ WCCക്ക് എതിരെയല്ല കേട്ടോ പറയുന്നത്, WCCയെ ഞാൻ അഡ്രസ്സ് ചെയ്യാം. WCC എതിരെ പറയാൻ ഞാൻ ആരുമല്ല. ഞാൻ പറയുന്ന അവരുടെ ഒരു ഓർഗനൈസേഷൻ എടുക്കേണ്ട ഇനിഷ്യേറ്റീവും അതിന് കൊടുക്കേണ്ട സ്പേസും എല്ലാ വ്യക്തികൾക്കും അവർ കൊടുത്തിട്ടില്ല. അവരും പാർഷ്യലി ജഡ്ജ് ചെയ്താണ് സ്ത്രീകളെ കണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. WCC വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ കാരണമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടായത്. ഒരാൾ ഒരു റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത്, ഞാൻ എൻ്റെ പാർട്ട്ണറുമായിട്ട് റിലേഷൻഷിപ്പാണ്, യു നോ മീ, യു നോ മൈ പാർട്ട്ണർ ആൻഡ് യു ഹാവ് എൻ എത്തിക്സ്, റൈറ്റ്? അയാളായിട്ട് റിലേഷൻഷിപ്പ് ഫിസിക്കലി വേണോ വേണ്ടോ എന്നുള്ളതിൽ അത് നിങ്ങളുടെ ക്യാരക്ടറാണ്, അത് എൻ്റെ കാര്യമല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നീ എന്നെക്കുട്ടുള്ള സ്ത്രീകളാണ് ഈ എത്തിക്കൽ സ്പേസ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരോട് ഞാൻ മെസ്സേജായിട്ട് അയച്ചതാണ്, ഇതിനൊന്നും കള്ളത്തരയില്ല. അവർ പിന്നെ മുങ്ങി നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ നിന്നെ കണ്ടാലും കയറി അടിക്കുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞു ആ സ്ത്രീയോട്. അപ്പം ഞാനൊരു പുരുഷ വിരോധിയോ സ്ത്രീവാദിയാണെന്നൊക്കെ ആൾക്കാർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ സ്ത്രീകളോടും ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അവർ കാണിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മണ്ടത്തരം കാണിച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്നെ ചോദ്യം ചെയ്തു, ഞാൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എത്ര മണ്ടത്തരം എൻ്റെ ജീവിതത്തിൽ കാണിച്ചിട്ടായിരിക്കും എനിക്കൊരു തിരിച്ചറിവുണ്ടായത്? അല്ല, ഞാൻ ജനിച്ചപ്പോഴേ എന്നെ മറ്റേ സൂപ്പർ ഹ്യൂമൻ ആയിട്ടാണ് ജനിപ്പിച്ചത്? അല്ല, ഈ സമൂഹത്തിൻ്റെ എല്ലാ നൂലാമാലകളിലൂടെയും കയറി ഇറങ്ങി ഒരു സ്പേസ് എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ പറയാം എന്താ അഹങ്കാരം കൊണ്ടാണ്, ധാർഷ്ട്യം കൊണ്ടാണ്, ബ്ലൈൻഡ്നെസ് കൊണ്ടാണ്. അല്ല, ആക്ച്വലി എനിക്ക് ഇത്രയും ഇപ്പം താങ്കളോട് സംസാരിക്കുന്ന ഈ സ്പേസ് പോലും ഈ പറയുന്ന സ്പേസുകളിലൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ ദീപകിനെ സപ്പോർട്ട് ചെയ്താൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്ത ബ്രോഡ്കാസ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റീവ് സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രൊവോക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് നമ്മളാണ് ബ്ലൈൻഡ് ആവുന്നത്, അതായത് മീഡിയ ആണ് ബ്ലൈൻഡ് ആവുന്നത്. യു ആർ നോട്ട് അഡ്രസ്സിങ് ദാറ്റ് പേഴ്സൺ അറ്റ് ഓൾ, യു ആർ അഡ്രസ്സിങ് ഹർ എക്സ്പ്രഷൻ ഫോർ ദാറ്റ് മൂമെന്റ്. അവളുടെ മുന്നിലുള്ള ജീവിതമോ ഇനി വരാനുള്ള ജീവിതമോ അവളുടെ കുട്ടികളോ അവളുടെ കുടുംബം ആർക്കും പ്രശ്നമല്ലല്ലോ. ഈ സ്ത്രീ സംഘടനകൾക്ക് പോലും പ്രശ്നമല്ലല്ലോ. വളരെ കുറച്ച് പേരാണ് എന്നോട് പറഞ്ഞത് എങ്ങനെ ഇതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങളെ തന്നെ പൊങ്കാലയിടുകയാണ്, ഇപ്പം വന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, ഒന്ന് തണുത്തിട്ട് സംസാരിക്കാം. അവർ സെൻസിബിളായി ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ പേടിയായിട്ടല്ല കേട്ടോ. ഞാൻ എഡിറ്റഡ് വീഡിയോ മാത്രം കണ്ട ആളാണ്. സോ അത് വെച്ചിട്ട് എനിക്ക് അയാളെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്തു എന്ന് ഉറപ്പിച്ചു പറയാനും പറ്റില്ല, എന്നാൽ അത് ഫുള്ളി നിഷേധിക്കാനും എനിക്ക് പറ്റില്ല. പെൺകുട്ടിക്കും അയാൾക്കും രണ്ടുപേർക്കും നമ്മൾ അറിയാവുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആ പെൺകുട്ടിക്കും അയാൾക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യം ആ പെൺകുട്ടി ധൈര്യപൂർവ്വം ഇതേ രീതിയിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സമൂഹത്തോട്. അതുകൊണ്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്പേസിൽ ഈ കുട്ടി ചോദിച്ചിരുന്നു ആളുകളോട്, അതായത് അഭിപ്രായം ചോദിച്ചിരുന്നു, ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകുമോ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. ഇയാൾ വേറൊരാളെ ചെയ്യുന്നതും കൂടെ കണ്ടിട്ടായിരിക്കുമല്ലോ ഇവർ ഇത്രയും മോട്ടിവേറ്റഡ് ആയ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ ഡോണ്ട് ഫീൽ വി ഷുഡ് നോ പീപ്പിൾ, വി ഷുഡ് ഹാവ് പ്രോപ്പർ നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് വൃത്തിയായിട്ട് ഇവരുടെയൊക്കെ മാനസികാവസ്ഥ അറിഞ്ഞിട്ട് വേണം ഇതിനെയൊക്കെ പറയാനായിട്ട്. അല്ലാതെ ചുമ്മാ വെറുതെ വിളിച്ചു പോയി പറയരുത്. ദീപക് അങ്ങനെ ചെയ്യാനുള്ള 99.9% പിന്നെ 1% ഞാൻ അവിടെ വിട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പറയേണ്ടി വരും. മനസ്സിലായി? നിങ്ങൾ അന്ന് 1% ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആക്ഷൻ, ഈ സ്പേസ്, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യുക. അത് നിങ്ങളുടെ ആവശ്യമാണ് ഞാൻ പറയുന്നതിനെ പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ദീപക് അങ്ങനത്തെ ഒരാളല്ല എന്ന് പ്രൂവ് ചെയ്യും. ഞാൻ പറയുന്നു ആണെന്ന്. എൻ്റെ കാഴ്ചയിൽ ഞാൻ കണ്ടതിൽ ഇങ്ങനൊരു വ്യക്തി ഇത് ചെയ്യണമെങ്കിൽ അയാൾ ഇങ്ങനെ നോക്കുന്നുകൊണ്ട് അയാൾ കണ്ടിട്ടുകൊണ്ട് ആ സ്ത്രീ നിൽക്കുന്നത്. അപ്പോൾ രണ്ടാമത് ആ കൈ വരണമെങ്കിൽ മുന്നോട്ട് ഇറങ്ങിപ്പോയൊരു വ്യക്തി തിരിച്ചു വരേണ്ട ആവശ്യം എന്താ? അവിടെ സ്പേസും ഉണ്ട് ഫ്രണ്ടിൽ. ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയതിനെ ആൾക്കാർ ഇതിനെ ഇങ്ങനെ വന്ന് അവൾ തട്ടി, അത് ഭയങ്കര വൃത്തിട്ട്, അതായത് ഒരു ഭയങ്കര മോശമാണെന്ന് ഞാൻ പറഞ്ഞത്. ഫോൾസ് അലിഗേഷൻ ആർക്കെതിരെയും കൊടുക്കാം. ഒരു സ്ത്രീക്ക് പുരുഷനെതിരെയും പുരുഷന് സ്ത്രീക്കെതിരെയും ആർക്കും കൊടുക്കാം. ചില സമയങ്ങളിൽ വിക്ടിംസിന് പ്രോപ്പർ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് നീതി കിട്ടാത്തത് പോലെ തന്നെ ഫോൾസ് അലിഗേഷൻ നടക്കുന്ന കേസിൽ കുറ്റാരോപിതർക്ക് അവരുടെ സൈഡ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇത് അങ്ങനെ ഒരു സാധ്യത ഞാൻ അങ്ങനെയൊന്നും ഇതിനെ കൂട്ടിക്കെട്ടിട്ടില്ല. അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമമാണെന്നല്ല, അങ്ങനെയൊന്നും അല്ല ഞാൻ ഇതിനെ കണ്ടത്. ഞാൻ ഈ കേസിനെ പർട്ടിക്കുലർലി സെപ്പറേറ്റ്ലി തന്നെയാണ് കണ്ടത്. ഇതെന്താണ് ഇത് നടക്കുന്നത്, ഇത്രയും വികാരം ഉണ്ടാകാനുള്ള റീസൺ ജനങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞത്, ഇതെന്തിനാ ഇങ്ങനെ പറയുന്നത്, ഇത്രയൊന്നും ആ പെൺകുട്ടി ചെയ്ത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ദേഹത്ത് തട്ടിയിട്ട് അവർക്ക് ചിരിക്കാനാണോ കരയാനാണോ തോന്നുന്നത്, അത് അവരുടെ തീരുമാനം. പക്ഷെ തട്ടി എന്നുള്ളതാണ് പറയുന്നത്. തട്ടാനുള്ള ടെൻഡൻസി ഒരാൾക്കുണ്ടെന്നാണ് പറയുന്നത്. തട്ടുമ്പോൾ നീ ഇങ്ങനെ പ്രതികരിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. തട്ടുമ്പോൾ പ്രതികരിച്ചത് ശരിയാകാത്തതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. സ്ത്രീകൾ പറയുന്നുണ്ട് അവൾ അങ്ങനെ അല്ലായിരുന്നു, അപ്പം അന്ന് അങ്ങനെ അവൾ തട്ടാതിരുന്നുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ, ഇതന്നെയാണ് ഫെമിലാരിറ്റി, എനിക്കറിയാവുന്ന രീതിയിൽ നീ ചെയ്യാതിരുന്നത് കൊണ്ട് നീ ചെയ്യുന്നത് തെറ്റാന്ന് പറയും. അങ്ങനെയാണത്. അതിനങ്ങനെ അല്ലാന്നെങ്ങനെ പറയാൻ പറ്റുന്നത്? ഞാൻ പറയുന്നില്ല അത്. എനിക്കറിയാവുന്നത് അയാൾ അങ്ങനെ ചെയ്യുന്നത്, ആ ആക്ഷനും അയാളുടെ മൂവ്മെന്റ്സിലും ഏതെങ്കിലും രീതിയിൽ അയാൾ ഒന്ന് അക്നോളജ് ചെയ്തിരുന്നെങ്കിൽ, ഈ രണ്ട് സ്ത്രീകൾ അവിടെ നിൽക്കുന്നതിന്, അയാൾ അത്ര ഇൻട്രോവേർട്ടൊന്നും അല്ല. അയാൾക്ക് അയാളുടേതായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നിരിക്കാം. അയാൾക്ക് പ്രോബ്ലം ഉണ്ടാകാൻ അയാൾക്ക് മുമ്പേ കാരണങ്ങളുണ്ട്. ഈ ഒരു കാരണത്തിലാണ് അയാൾ എത്തിപ്പെട്ടത് ചെയ്തതെങ്കിൽ അയാൾക്ക് ഇതൊരു അഡീഷണൽ സാധനമായി കാണും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത. അത് ശരിയായിരിക്കാം നിങ്ങൾ പറയുന്നത്. അയാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു സ്പേസിൽ അയാൾക്ക് ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പണിയാകുമെന്ന് തോന്നിയിട്ട് അയാൾ മരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കങ്ങനെ ചിന്തിച്ചുകൂടെ? ഞാൻ ഒരുപാട് തരം പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് ജീവിതത്തിൽ സ്ത്രീകളെക്കാളും നല്ലത് പുരുഷന്മാരുടെ കൂടെ തന്നെ ജീവിക്കുന്നതാണെന്നും ഇരിക്കുന്നതാണെന്നും തോന്നുന്ന പല സ്പേസുകളും ഉണ്ടാക്കി തന്നിട്ടുള്ള പുരുഷന്മാരുണ്ട്. അതില്ലാണ്ടാക്കിയ പുരുഷന്മാരുണ്ട്. അതിൻ്റെ അർത്ഥം പുരുഷന്മാരെല്ലാം ചീത്തയാണെന്നാണ്, മനുഷ്യന്മാരെല്ലാം ചീത്തയാണെന്നാണ്. സ്ത്രീയും പുരുഷനും എന്നുള്ള ഇതൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അക്നോളജ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാൻ അറിയാവുന്ന ഒരു പുരുഷനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യട അടിപൊളി, പൊളിച്ചത് നീയാണോ മനുഷ്യൻ എന്നൊക്കെ പറയും. അങ്ങനെ അത്ര സന്തോഷമാണ്. മനസ്സിലായത്? അതിനർത്ഥം നമ്മളെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. യു ഹാവ് ദറ്റ് സ്പേസ് ടു അഡ്രസ്. എൻ്റെ ചിന്തയെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തു, എൻ്റെ ഫീലിന്. ഞാൻ ഭയങ്കര ഇമോഷണലി കരഞ്ഞോണ്ടെന്നല്ലത് പറയുന്നത്. ഞാനിപ്പോൾ ഒരു മരണം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. എൻ്റെ ജീവിതത്തിൽ കറൻ്റ്ലി ഒരു മരണം, 15 വയസ്സുള്ളൊരു കുട്ടി, എനിക്ക് അത്ര ക്ലോസ് ആയിട്ടിരുന്നൊരു കുട്ടി മരിച്ചു. ഈ മരണം, ഈ ഡിപ്രഷന് നേരത്തെ അഡ്രസ്സ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ആ അഡ്രസ്സ് ചെയ്തതിനെ ആ സ്കൂളോ അധികൃതരോ ഒരു രീതിയിലും അഡ്രസ്സ് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് എന്നെയും പറഞ്ഞു വിട്ട്, ഇത് അഡ്രസ്സ് ചെയ്ത് വേറൊരാളെയും പറഞ്ഞു വിട്ടപ്പോൾ അവരെന്നിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല, ടീനേജേഴ്സ് ബാഡാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? 15 വയസ്സുള്ളൊരു കുട്ടി മരിച്ചു. ആർക്ക് പോയി? അപ്പം ആ അച്ഛൻ്റെയും അമ്മയുടെയും വികാരത്തെ വരെ മറ്റേ ഡയലോഗ് അടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടു. ഞാൻ നിർത്തി, പോസ്റ്റ് ഇടുന്ന പരിപാടി നിർത്തി. എനിക്ക് വയ്യ, എനിക്ക് താല്പര്യമില്ല. ഫെയ്ഡഡ് ആക്കി കളയാം നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന്, നമ്മൾ പറയുന്ന ഒരു സീരിയസ്നെസ്സിനെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു സേ ഇറ്റ് ആൻഡ് പീപ്പിൾ ടേക്ക് യു സീരിയസ്ലി, അപ്പോൾ ഞങ്ങൾക്ക് അത് അഡ്രസ്സ് ചെയ്യണം. ഞങ്ങളുടെ ബ്രെയിൻ അതിന് റെഡിയല്ല. ഞാൻ ഒരു വലിയ ആളായെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ വന്ന് ജുവലിനോട് പറയാം, ഞാൻ ഒരു വലിയ ആളായി, നീ ആരാണ്, നീ ഭയങ്കര മോശമാണ്, നീ ഇത്രയൊന്നും, എന്താണ് നിൻ്റെ ജീവിതം, എന്ത് ജീവിതമാണ്, ഇങ്ങനെയൊക്കെയാണ് നീ ജീവിക്കേണ്ടത്, ഇതെന്ത് ജീവിതമാണ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് നടക്കുന്നത്, ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്ത് ലജ്ജയില്ല നിനക്ക് എന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? ഇതാണ് നടക്കുന്നത്. ഇതെന്തൊരു ക്രിറ്റിസിസമാണ്. ഞാൻ ഇടുന്ന ഡ്രസ്സ്, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും മാഷേ, എൻ്റെ ഇഷ്ടമല്ലേ ഇത്. ഞാൻ അത് വെച്ച് എൻ്റെ ഇപ്പം പോലും ഞാൻ കോൺഷ്യസ് ആണ്. മനസ്സിലായി? ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ സാരി തന്നെ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. ബേസിക്കലി ഫെമിനിസം ഒന്നും വേണ്ട. സാരി എൻ്റെ അമ്മയുടെ സാരിയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ചർച്ച കിട്ടുന്നതും 10-15 വർഷം പഴക്കമുള്ള അമ്മയുടെ സാരിയാണ്. അമ്മ ഫെമിനിസ്റ്റ് ആയപ്പോൾ ഉണ്ടാക്കിയ സാരി അല്ല. അമ്മ വീട്ടിൽ കൊടുക്കാനല്ല അമ്പലത്തിൽ പോകാനൊക്കെ കൊടുത്തോണ്ടിരുന്ന സാരിയാണ്. അതിനെ ഞാൻ ഇനി ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു എന്ന് എനിക്ക് അങ്ങനെ പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായി? എനിക്ക് ഇതിനോടൊന്നും, എനിക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടും ഒന്നും പ്രശ്നമില്ല. അത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാതിരിക്കുക, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അത് നിങ്ങളുടെ സമാധാനത്തിനാണ്, നിങ്ങളുടെ കൈ വെക്കുക. ഇത്രേ ഉള്ളൂ. എല്ലാ വിശ്വാസങ്ങളും അങ്ങനെയാണ്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, നീ നിന്റെ കൈ തന്നെ വെച്ചോ നിന്റെ ട്രോമ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ട്രോമ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഷിംജിത അവൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതെടുത്തു. അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ അവൾ നാണം കെട്ട്, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട്, ഇപ്പോൾ ജയിലിലും പോയി. ഇതായിരുന്നു അവൾക്ക് വേണ്ടത്. അവൾക്ക് റീച്ച് വേണ്ടതിൽ ഇതല്ല അവൾ ചെയ്യുന്നത്. റീച്ച് വേണേൽ അവൾ ചിരിക്കത്തില്ലായിരുന്നു, എനിക്ക് ഉറപ്പാണ്. ചിരിച്ചുകൊണ്ട് ആരെങ്കിലും റീച്ചിന് വേണ്ടി വീഡിയോ എടുത്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടും? ഒരു ലോജിക്കില്ലേ? അത്രയും പൊട്ടായിട്ടുള്ള ഒരു സ്ത്രീനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അത്ര പൊട്ട സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ചെയ്തതിൽ കാര്യമുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് പുള്ളിക്കാരി ചെയ്ത മിസ്റ്റേക്ക്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് മിസ്റ്റേക്ക് അല്ല. പോസ്റ്റ് ചെയ്തിട്ട് ഈ മരണം ഉണ്ടായപ്പോൾ ആ അതൊരു കോസായത് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് അഡ്രസ്സ് ചെയ്ത് അങ്ങനെയാണ്. അത് അവർ ചെയ്ത മണ്ടത്രമാണ് ഞാൻ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഇപ്പോഴും എനിക്കൊന്നും പറയാനില്ല. മനസ്സിലായി? അതൊരു ആദ്യമായിട്ടല്ല ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെയൊക്കെ എത്രയോ സ്പേസുകളിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സംശയമാണ്, അതൊരു പ്രൈവസി വയലേഷനായി വരില്ലേ? വേറൊരാളുടെ പ്രൈവസിയിലേക്ക് ഒരു പബ്ലിക് ബസ്സിൽ
ഒരാളുടെ പ്രൈവസിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്ടിലേക്ക് ഉണ്ടായ അവർക്ക് തോന്നിയ ഒരു ഇൻജസ്റ്റിസ് അവരോടുണ്ടായത് അവരെ എക്സ്പോസ് ചെയ്താണത്. സപ്പോസ് ഇപ്പൊ ദീപകിന് ഒരു കുഞ്ഞുണ്ടായിരുന്നത് വിചാരിക്കുക, ആ കുഞ്ഞിന് പിന്നെ ലൈഫിൽ ഒരുപാട് ട്രോമ, നമ്മൾ കാരണം ഒരു ട്രോമ ഉണ്ടാവുമല്ലേ ചെയ്യുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം Are we really worried about trauma of the kids? എങ്ങനെ we should worry about the trauma of these kids? സംഭവം അസ്യൂം ചെയ്യുന്ന ആ കുട്ടി ദീപകിനില്ല, പക്ഷെ അസ്യൂം ചെയ്യാത്ത 2 കുട്ടികൾ ഇവിടെ ഉണ്ട്. ആ നിലവിലുള്ള കുട്ടികൾക്ക് എന്ത് ട്രോമയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അത് അവളുടെ അമ്മയുടെ കയ്യിലിരിപ്പ് കൊണ്ടാ, അപ്പൊ ഞാൻ പറയാം അവന്റെ അച്ഛന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇങ്ങനൊരു സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ്ലി ആൾക്കാർക്ക് വിധിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു ഫാമിലി ഉണ്ടല്ലോ, അപ്പൊ ആ ഫാമിലിയിലെ ആൾക്കാർ അഫക്റ്റഡ് ആകുമെന്നൊരു കൺസേൺ. ഞാൻ പറഞ്ഞ നല്ലതാണ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം കൊണ്ടുണ്ടായിരുന്നു കുറെ കൂടെ ആൾക്കാർ സെൻസിബിളായി ചിന്തിച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഷിംജിതയായിട്ട്. ഇനിയും ചെയ്യുന്ന ആളുകൾ കുറച്ച് കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് ആലോചിച്ചിട്ട് വേണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നിയമകാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു പേടി ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള ഷിംജിതയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഷിംജിത അയാളുടെ ഫാമിലിയെ കുറിച്ചൊന്നും ആയിരിക്കും ചിന്തിച്ചത്, എനിക്കുണ്ടായതിനെ കുറിച്ചായിരിക്കും ചിന്തിച്ചത്, അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് സ്ത്രീക്ക് ഉണ്ടായതിനെ കുറിച്ചായിരിക്കും ചിന്തിച്ചത്. എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ സ്പേസിനെ കുറിച്ച്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോവിന്ദചാമിയെ കുറിച്ചും മറ്റേ എല്ലാ അബ്യൂസസിന്റെ എല്ലാം കുടുംബത്തെ കുറിച്ചും ബാക്കി കാര്യങ്ങൾ അയ്യോ അയാൾ പാവമാണല്ലോ എന്ന് വിചാരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമല്ല ആൾക്കാർ എടുക്കുന്നത്. ബിക്കോസ് ദേ വോണ്ട് മീ ടു ബി ലൈക്ക് ബ്ലൈൻഡ്ലി സപ്പോർട്ടിങ് ഷിംജിത, ഒരു ഫെമിനിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ്. അല്ല, ഞാൻ ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് അത്ര ബുദ്ധി ഇല്ലെങ്കിൽ അത് പഠിക്കാൻ ഞാൻ തയ്യാറാകുന്നു. എനിക്ക് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും. നിങ്ങൾ മനുഷ്യനായിട്ട് ചിന്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ദീപകിനെ എമ്പതൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ദീപക് അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിലും അയാളത് മാനസിക പ്രശ്നം കൊണ്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ അയാളൊരു ക്രൂരനായതുകൊണ്ടോ ദുഷ്ടനായതുകൊണ്ടോ ചെയ്യുന്നതായിരിക്കത്തില്ല. അയാളത് ചെയ്യുന്നത് അയാളുടേതായ എന്തോ ഒരു സ്പേസിലായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുക. എല്ലാ ആൾക്കാരും എന്താ ചെയ്യുന്നത്? ഇങ്ങനെ അബ്യൂസേഴ്സിനെയൊക്കെ പിടിച്ച് ജയിലിലിടുക. അവിടെ അല്ല ഇടണ്ടേ. ദേ ഷുഡ് ഗെറ്റ് കൗൺസിലിംഗ്, ദേ ഷുഡ് ഗെറ്റ് പ്രോപ്പർ ട്രീറ്റ്മെന്റ്. പോലീസ് അല്ല അത് ശരിക്കും ഡീൽ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ അവരിനിയും ചെയ്യും, അവർ പുറത്തിറങ്ങിയാലും ചെയ്യും. കാരണം അതൊരു മാനസിക പ്രശ്നമാണ്. സജാദ് ചെയ്തു, പിന്നു അത് പ്രൂവ് ചെയ്തതാണ്. ഇത്രയൊക്കെ സംഭവിച്ചു അയാൾ വൃത്തികേട് ചെയ്തിട്ടാണ്. അല്ല, ഇതൊരു മെന്റൽ കണ്ടീഷനാണ്. അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അഡ്രസ് ചെയ്യുക. ഇത് പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും ഒരു മെന്റൽ കണ്ടീഷനാണ്, അതിനെ അഡ്രസ് ചെയ്യുക. ആസ് ഫാർ ആസ് യു ആർ കൺസേൺഡ്, നിയമവ്യവസ്ഥയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അത്യാവശ്യം നമ്പർ ഓഫ് കേസസ് സ്റ്റിൽ പെൻഡിങ് ആണ് എന്നും പറയുന്നു. എപ്പോഴെങ്കിലും നിയമം കൊണ്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിയമം റിസൾട്ട് തരണമെന്നില്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേന്. ഞാൻ കൊടുത്ത കേസുകളൊക്കെ വളരെ സെൻസിറ്റീവായുള്ള കേസുകളായിരുന്നു ആ സമയത്ത്. അപ്പം അതിന് ഒരു പ്രത്യേകിച്ച് ആക്ഷനൊന്നും ഇല്ലാണ്ട് വിഡ്രോ ചെയ്ത കേസുകളുണ്ട്. നമ്മുടെ നിയമത്തിൻ്റെ കുഴപ്പമൊന്നും അല്ല, അതിനകത്തിരിക്കുന്ന മനുഷ്യന്മാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. അവർ സാധാരണ ജനക്കാരിലുണ്ട്, അതിനകത്തുള്ള മനുഷ്യന്മാരുണ്ട്, പിന്നെ ഫേവറിസം കാണിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഇതിങ്ങനെ ചെയ്തിട്ട് ഇവളിങ്ങനത്തെ ആളാണ്, ഇവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. സോ ദേ മോസ്റ്റ്ലി ടേക്ക് മൈ ആറ്റിറ്റ്യൂഡ്. എൻ്റെ കയ്യിൽ ഒരു രൂപയില്ലാതെ ഞാൻ മറ്റേ കോടതി കേസും വഴിയിൽ പ്ലക്കാർഡ് പിടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. ഇതിനകത്ത് എനിക്ക് ആരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സംഘടന എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഇത്രയും തെറി വരും. ഇതൊക്കെ കാലാകാലങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, ഞാൻ ഒറ്റയ്ക്ക് റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഥവാ ഞാൻ ഏതെങ്കിലും സ്പേസിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവണം, അവർക്ക് അതിനുള്ള ഡിഗ്നിറ്റി ഉണ്ടാവണം, അവർക്ക് അതിനുള്ള ബേസ് ഉണ്ടാവണം. എൻ്റെ ജീവിതം എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചതാണ്. എനിക്ക് ആഹാരം കൊടുക്കണമായിരുന്നു എൻ്റെ അമ്മയ്ക്കും അനിയനും. അച്ഛൻ ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ അനിയനെ പഠിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു, എന്നെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. എനിക്ക് ആ വീട്ടിൽ വേറെ സ്പേസ് ഒന്നും ഇല്ല. ഇത് ഞാൻ ചെയ്തുണ്ടാക്കി, ഞാൻ എൻ്റെ വീട് വെച്ച് എൻ്റെ അമ്മേനെ നോക്കി. അവൻ മരിക്കുന്ന സമയത്തും 48 മണിക്കൂർ പറഞ്ഞ അമ്മേനെ ഞാൻ 2.5 വർഷം വരെ പുഷ് ഓഫ് ചെയ്തത് എൻ്റെ കഷ്ടപ്പാടുകൊണ്ടാണ്, ഞാൻ ഉണ്ടാക്കിയ കഷ്ടപ്പാടുകൊണ്ടാണ്. ഞാൻ ഈ സമൂഹത്തിൽ അത്രയും ഇങ്ങനൊരു സ്ത്രീ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ, ഇത്രയും പണിയെടുക്കണമെങ്കിൽ അവർ അത്രയും പ്രശ്നങ്ങളിലൂടെയും പോയിട്ടുണ്ടാവുന്നേ. ദാറ്റ് ഈസ് നോട്ട് എൻ ഈസി ലൈഫ് ഫോർ എനിവൺ. എന്നെ കൂടെ ഒരു സ്ത്രീനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുകയൊന്നും ഇല്ല. മാക്സിമം അവോയ്ഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. കാരണം ഉള്ള കാര്യം ഞാൻ ഉള്ള പോലെ പറയും, എനിക്ക് തോന്നിയത് ഞാൻ പറയുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം ഞാൻ ആരും നശിപ്പിക്കുന്നില്ല. ഈ നിമിഷം വരെ ഞാൻ ആരും നശിപ്പിച്ചിട്ടില്ല, ഒരാളുടെയും പേര് ഞാൻ അനാവശ്യമായിട്ട് വലിച്ചഴിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ എം കേപ്പബിൾ ടു ഡു ദാറ്റ്. പക്ഷേ ഷിംജിത അതാകണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. എൻ്റെ സിറ്റുവേഷനിൽ എനിക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അതേ ഷിംജിതയും ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ട്രോള് വരുന്നുണ്ട്. അതിൽ ഇപ്പം ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് വേടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പം അത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? ആ പെൺകുട്ടി എന്നോട് സംസാരിക്കുകയാണെങ്കിലും കൃത്യമായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും ഞാൻ കേൾക്കും. അല്ല, പെൺകുട്ടി നിന്ന സ്പേസിന് എനിക്ക് തീരെ വിശ്വാസമില്ല. ആ പെൺകുട്ടി നിന്ന സ്പേസിൽ നിന്ന് ഞാൻ ഹ്യൂമിലിയേറ്റഡ് ആയി എൻ്റെ കുഞ്ഞിനെ കൊണ്ട് 5 പൈസ ഇല്ലാതെ ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട്. ഇതേ ഫെമിനിസ്റ്റ് സ്പേസിൽ അവർ സപ്പോർട്ട് ചെയ്തപ്പോൾ ആ പുരുഷനെ.
ഇവർക്ക് ബയസുണ്ട്. ആ ബയസിനെ മാത്രമാണ് ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ പെൺകുട്ടി അനുഭവിച്ചത് അത് ആ പെൺകുട്ടി എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. അവരോട് പറഞ്ഞ് അവർ മാനിപ്പുലേറ്റ് ചെയ്തതിനെ ഞാൻ എടുക്കില്ല എന്ന് ഞാൻ അവരെ വിശ്വസിക്കില്ല. ഈ സ്പേസ് പെൺകുട്ടി അഡ്രസ് ചെയ്തൊരു സ്പേസിൽ നിന്ന് കിട്ടിയ പുഷിന്നാണ് പെൺകുട്ടി ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. അതേപോലെ വേറൊരു പെൺകുട്ടി ഇതേ രീതിയിൽ ആരാധന കാണിച്ച് ഇയാൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഈ സ്പേസും എനിക്കറിയാം. ഈ രണ്ട് സ്പേസുകളും ജെനുവിൻ അല്ലാന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ മറ്റ് പെൺകുട്ടി, ഈ പറയുന്ന ആരോപിത എന്ന് പറഞ്ഞ ആ പെൺകുട്ടി സാധ്യതയെ അപ്പോഴും ഞാൻ പറഞ്ഞുള്ളൂ. ഈ പറയുന്ന ദീപക്കിന് കൊടുത്ത സാധ്യത എന്തുകൊണ്ട് വേടന് കൊടുത്തില്ല? എന്തുകൊണ്ട് കൊടുത്തില്ല? കൺസെൻഷ്വൽ സെക്സ് ആണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരപ്പോൾ പറയാഞ്ഞത്? ബിക്കോസ് വേടൻ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്ന വളരെ സെൻസിറ്റീവായ ഒരു പൊളിറ്റിക്സിനെയാണ്. ഞാൻ പറയുന്നത് ആളുകളുടെ ബയസിനെ കുറിച്ചാണ്. അല്ലാതെ വേടനെയാണോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ ദീപക്കിനെയാണോ, അതൊന്നും അല്ല. അതല്ല വിഷയം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതിന് കൃത്യമായ അജണ്ടയിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും അഡ്രസ്സ് ചെയ്യാതെ വേടൻ ചീത്ത, വേടന് പറഞ്ഞു, അല്ലെങ്കിൽ ഇയാള് ഷിംജിച്ച ചീത്ത ബിക്കോസ് അവളുടെ എക്സ്പ്രഷൻ, അതൊന്നും അല്ല. ഇതിനൊക്കെ ഒരുപാട് തലങ്ങളുണ്ട്. ഇത്ര പൊട്ടന്മാരായിട്ട് എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുക നമുക്ക്? ഞാൻ വിചാരിക്കുന്ന എൻ്റെ എല്ലാ പോസിബിലിറ്റിയും ഞാൻ ചിന്തിക്കും. ഒരു പോസിബിലിറ്റി അല്ല, ഞാൻ ദീപക്കിന് വേണ്ടിയിട്ടും ചിന്തിക്കുന്നുണ്ട്. ചർച്ചയുടെ അവസാനം ആവശ്യം പോലെ അവർ മുന്നോട്ട് വെച്ചത് മെൻസ് കമ്മീഷൻ രൂപീകരിക്കണം എന്നാണ്. സോ അക്കോർഡിംഗ് ടു യു മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് വേണോ വേണ്ടയോ? വിമൻ കമ്മീഷൻ ഉണ്ട്, മെൻ കമ്മീഷൻ ഉണ്ടാവണം എന്നാവശ്യപ്പെടുന്നത് ഏത് സ്പേസിൽ നിന്നാണ്? വിമൻ കമ്മീഷൻ ഉണ്ടായത് കൊണ്ടാണോ അതോ മെൻ കമ്മീഷൻ്റെ ആവശ്യപ്പെട്ട് നിലനിൽക്കുന്നതുകൊണ്ടാണോ? അതോ രാഹുൽ ഈശ്വറിന് പേഴ്സണലി അതിൻ്റെ പ്രസിഡന്റായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണോ? അതിന് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അയാളുടെ മെന്റാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല ഭൂരിപക്ഷം കേരള ജനതയും. അത് അയാളുടെ റൈറ്റിംഗ് സ്പേസുകൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സ്പേസുകളിൽ പോലും ആൾക്കാർക്ക് അരോചകമായി തോന്നാറുണ്ട്. അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാൾ ഇത്ര തീവ്രമായി ഈ ചിന്തയിൽ പുരുഷന്മാരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചൊന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്കതിൻ്റെ ഒരു ജെനുവിനിറ്റി അങ്ങോട്ട് കിട്ടുന്നില്ല. മനസ്സിലായി? എത്ര കരഞ്ഞാലും ഇനി തലതല്ലി എന്ന് പറഞ്ഞാലും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നത്. അത് എൻ്റെ കാര്യമല്ലേ. രാഹുൽ ഈശ്വർ എന്നെ ഫെമിനിസ്റ്റെന്നോ അതൊന്നോ ഇതൊന്നോ പറഞ്ഞ് ഇങ്ങനെ ചാപ്പ കുത്തുന്നത് ആ പുള്ളിക്ക് ധാരണ ഉണ്ടായിട്ടായിരിക്കില്ല. പക്ഷെ ഞാൻ ആ പുള്ളിയെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അറിയുകയും പേഴ്സണൽ സ്പേസുകളിൽ നിന്ന് അറിയുന്നതും കൂടി ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആഹ്വാനത്തിൻ്റെ പേരിൽ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടാകുന്നു എന്നുള്ളതും ഗവൺമെൻറ് തീരുമാനിച്ച്, അല്ലെങ്കിൽ ഗവൺമെൻറ് വിചാരിക്കുകയാണ് ഇപ്പം എല്ലാം അട്രോസിറ്റി ഒക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്, ഓക്കെ നമ്മൾക്ക് ഇതിൻ്റെ ഒരു സ്പേസ് ഇതിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് പോരാ, ഹ്യൂമൻ റൈറ്റും പോരാ, ഹ്യൂമൻ റൈറ്റ് നിലനിൽക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പുരുഷന്മാർക്ക് എല്ലാ സ്പേസിലും ആ സ്പേസ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗവൺമെൻറ് ഒരു പുരുഷൻ കൊണ്ടുപോയി കേസ് കൊടുത്താൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. കാരണം അങ്ങനെ ചെയ്യാറില്ല. പുരുഷൻ മാക്സിമം ഈ സ്പേസുകൾ ഒതുക്കാനേ നോക്കാറുള്ളൂ. നാണം കേട് കൊണ്ടായിരിക്കാം. എല്ലാ സ്പേസുകളും ഒരുപോലാണെന്ന് ഞാൻ പറയുന്നില്ല. അഡ്രസ്സ് ചെയ്യുക, നീ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ്. അതിനല്ലേ പറയുന്ന പോലീസ് സ്റ്റേഷനും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ ഉള്ളത്. അതിനപ്പുറം ഇതൊന്നും ചെയ്യാത്ത പുരുഷന്മാർ എന്തിനാണ് ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന മെൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് ഒരു റയറ്റോ പിന്നെ കമ്മ്യൂണൽ വാർ പോലൊരു സാധനം ഉണ്ടാക്കാനാണ് ഈ പറയുന്നത്? ജെൻഡർ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നതിന് പകരം ജെൻഡർ ഉണ്ടാക്കാൻ നോക്കുക വീണ്ടും അതിൻ്റെ ഇടയിൽ കൂടെ. എനിക്ക് മനസ്സിലാവുന്നില്ല. ജെൻഡർ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അട്രോസിറ്റി ഭയങ്കര ഫിസിക്കലി വീക്കായ സ്പേസുകളെ അല്ലെങ്കിൽ വോൾണറബിലിറ്റി ഉള്ള സ്പേസുകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സാധനം. എനിക്കിതിനൊന്നും എതിർക്കാനൊന്നുമില്ല. അയക്കത് വേണമെങ്കിൽ അയക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആയിക്കോളൂ. പക്ഷെ അതിൻ്റെ റിലവൻസ് ഇപ്പം ഈ സമൂഹത്തിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേയില്ല. ഒരു രീതിയിലും പുള്ളി പറയുന്ന കാര്യം എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നു. അതിനൊരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പോൾ പുള്ളിയാണ് നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കാതിരിക്കുന്നത്, പുള്ളിയാണ് ഹ്യൂമൻ റൈറ്റ്സിൽ വിശ്വസിക്കാതിരിക്കുന്നത്, ഞാനല്ല. ഞാനിത് വിശ്വസിക്കുന്നുണ്ട്. വനിതാ കമ്മീഷൻ അല്ലേ ഉണ്ടായതോ, അല്ലെങ്കിൽ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഘടന ഉണ്ടായത് ഇന്നലെ ഉണ്ടായതല്ല. ഇത് ഒരുപാട് കാലങ്ങളുടെ അടിച്ചമർത്തലിനും കഷ്ടപ്പാടിനും ശേഷം അവർ പറയാൻ വയ്യാതെ വായൽ അനുഭവിക്കുന്നത് എല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഒരു സാധനം ഉണ്ടായത്. കുറച്ചേ ആയിട്ടുള്ളൂ. അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കട്ടോ. സ്ത്രീകൾക്ക് ഇത്ര റൈറ്റൊന്നും പാടില്ല. എൻ്റെ അമ്മച്ചി ഇവിടെ മേളോട്ട് കയറി പോകണല്ലോ, താഴെ അഹങ്കാരികളെ അവിടെ നിൽക്കുക, നിൻ്റെയൊക്കെ അഹങ്കാരം എന്താ, ഇങ്ങനെയാണോ നീ സംസാരിക്കേണ്ടത്, ഇതാണോ നിന്റെ ബോഡി ലാംഗ്വേജ്? അവളെ കണ്ടാലറിയാം. ഞാൻ പറയുന്നത് എനിക്ക് കോൺട്രവേഴ്സി പ്രശ്നമല്ല. എന്നെ ആൾക്കാർ കല്ലെറിയുന്നതോ ചാണകം എറിയുന്നതിനെയോ ഞാൻ വിലക്കെടുക്കുന്നില്ല. ബേസിക്കലി ഞാൻ നിൽക്കുന്ന സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുന്നു. ഞാൻ അതിന് കാണുന്ന ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഞാൻ വളരെ പ്രൗഡാണ് അതിനെക്കുറിച്ച്. ഞാൻ ഭയങ്കരമായിട്ട് അതിനെ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഈ പറയുന്ന ദീപകിൻ്റെ ഫാമിലിയോടുള്ള അതേ എമ്പതി തന്നെ എനിക്ക് ഷിംജിതയുടെ പാരൻസിനോടും തോന്നുന്നുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിനോടും അവിടെയുള്ള കമ്മ്യൂണിറ്റിയോടും ഒക്കെ തോന്നുന്നുണ്ട്. ഇത് ഞാൻ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല. അത്രയും ബ്ലൈൻഡ്നെസ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഈ മരണത്തിൽ വികാരം കൊള്ളുന്ന ജനങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ്, ഇത്ര വികാരം കൊള്ളുന്ന ജനങ്ങളെ ഞാൻ കാണുന്നത്. ഇത്ര ബ്രൂട്ടലായിട്ട് ജിഷ കൊല്ലപ്പെട്ട സമയത്ത് ആരാണ് ഇത്ര വികാരം കാണിച്ചത്? ഇത്ര ബ്രൂട്ടലായിട്ട് മധു കൊല്ലപ്പെട്ടപ്പം ആരാണ് ഇത്ര വികാരം കാണിച്ചത്? ഏത് ജനമായിരുന്നു ഉണ്ടായിരുന്നത്?
നിയമം കറക്റ്റായിട്ട് നടക്കുമെന്ന് ഞാൻ പറയുമ്പം നിയമം അവളെ ശിക്ഷിച്ചാൽ ഞാൻ അവള് അല്ല, നിയമം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. നിയമപാലകരെല്ലാം ശരിയായിട്ട് അത് ചെയ്യുന്നതോ അവരുടെ കാഴ്ചപ്പാടുകളോ തലച്ചോറോ അതിനനുസരിച്ച് അവർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഐ ഫേസ്ഡ് ട്രമൻഡസ് എമൗണ്ട് ഓഫ് ഇഷ്യൂ വിത്ത് പോലീസ് ആൻഡ് പ്ലേസസ്. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ നിയമത്തെയോ ഭരണഘടനയോ തള്ളിപ്പറയുക എന്നുള്ളതല്ല. അത് ഞാൻ വിട്ടു കഴിഞ്ഞാൽ അതിന്റെ ബേസേ പോയി. മതമോ രാഷ്ട്രീയമോ വേറൊരു പാർട്ടിയോ വേറൊരു സ്പേസോ എന്നെ സപ്പോർട്ട് ചെയ്യാത്തടത്ത് എനിക്ക് ആകെപ്പാടെ പറയാനുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭരണഘടനയും നിയമവ്യവസ്ഥയുമാണ്. സമയം കുറേ ആയി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം. ജുവൽ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്രയും ക്ഷമയുള്ള ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും നല്ല ക്ഷമയോടുകൂടിയാണ് നിങ്ങൾ ചെയ്യുന്ന സ്പേസിനെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്നു. ദാറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് വാസ് നീഡഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Sure.